ഹലോ നമസ്കാരം. നിങ്ങള് ഇപ്പോൾ ഒരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ ഒരു ടൈംലെസ് ടാറോ ഗൈഡൻസ് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോൾ കാണുകയാണെങ്കിലും ഈ ഗൈഡൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നൽകുന്നതാണ്. നിങ്ങളോട് എന്താ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജോലി ലഭിക്കുന്നതിന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമേ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. ഓക്കെ. അതായത് ഈ പ്രസന്റ് മൊമെന്റിൽ തന്നെ ആയിരിക്കുക. നിങ്ങൾ ഇപ്പൊ എന്താണ് ആക്ഷൻ എടുക്കേണ്ടത് അതിൽ ഫോക്കസ് ചെയ്യുക. ഭാവി എന്താകും എന്താകും എന്നിങ്ങനെ ചിന്തിച്ചിരിക്കാതെ ഇപ്പൊ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണം. ചിലപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമായിരിക്കാം, അത് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഇന്റർവ്യൂ ഉണ്ടാവും, അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പ്രത്യേക ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എപ്പോഴാണ് ജോലി കിട്ടുക, എങ്ങനെ കിട്ടും, എന്താ ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലെത്താൻ ഒരു വഴി കാണുന്നുണ്ടാവില്ല. ഓക്കെ. അത് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ, എങ്ങനെ എന്നുള്ളത് യൂണിവേഴ്സിന്റെ കയ്യിലുള്ള കാര്യമാണ്. ഓക്കെ. അവിടെ നമ്മൾ നിയന്ത്രിക്കാതിരിക്കുകയാണ് നല്ലത്. എപ്പോഴും അതാണ് ചെയ്യേണ്ടത്. അത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. അപ്പൊ യൂണിവേഴ്സ് കൃത്യസമയത്ത് അതിന്റെ ശരിയായ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളിലേക്ക് എത്തിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ്, അതായത് ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഒരു കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ. ഒരു പറ്റുമെങ്കിൽ നേരത്തെ തന്നെ എഴുന്നേൽക്കുക. വേഗം തന്നെ നിങ്ങളുടെ എന്താ പറയണ്ടേ, ഒരു റുട്ടീൻ ഒക്കെ ഫോളോ ചെയ്ത് ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഈ ജോലി അന്വേഷിക്കുന്നതിനും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് കൂടുതൽ സമയം അതിനായിട്ട് മാറ്റിവെക്കുക. ഇതിനൊരു കൃത്യമായ ഒരു അച്ചടക്കത്തോടെ വേണം ഈ ഒരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യാൻ എന്ന് നിങ്ങളോട് എടുത്തു പറയുന്നു. പിന്നെ എല്ലാത്തിലും ഉപരി നിങ്ങൾ ഏത് ജോലിക്കാണ് ശ്രമിക്കുന്നത്, ഏത് കമ്പനിയിലേക്കാണ് ശ്രമിക്കുന്നത്, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് ആരോടൊക്കെ ഷെയർ ചെയ്യണം എന്നത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ. എല്ലാവരോടും ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. കാരണം ചില ആളുകൾക്ക് നിങ്ങൾ ഒരു പരിധി വിട്ട് ഉയരുന്നത് ഇഷ്ടമുള്ളവർ ആയിരിക്കില്ല. കാരണം നമുക്ക് ക്യൂൺ ഓഫ് സോർട്സ് അനുസരിക്കണം. പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്നു. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് ആരോടൊക്കെ ഷെയർ ചെയ്യണം, എവിടെയൊക്കെ അതിനെക്കുറിച്ച് പറയണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ഓക്കെ. കാരണം ചില ആളുകള് ആ ഒരു നിങ്ങൾക്ക് ചുറ്റുമുള്ളവര് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലരുടെ ഉള്ളില് അസൂയ കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അസൂയ തന്നെയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനമായിട്ട് ഞാൻ കാണുന്നത്. ഒരു പരിധി വിട്ട് നിങ്ങൾ ഉയരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ഓക്കെ. അപ്പൊ അത് അവരിലേക്ക് ഇത് എത്തിക്കുക എന്ന് പറയുന്നത് അത്രയും ഒരു ശരിയായ അല്ലെങ്കിൽ നല്ലൊരു നടപടിയല്ല. നിങ്ങളിത് രഹസ്യമായിട്ട് വെക്കുക. നിങ്ങൾ ഇതിനായിട്ട് പരിശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ജോലി കിട്ടിക്കഴിയുമ്പോൾ അറിയേണ്ടവർ അറിഞ്ഞോളും. ഓക്കെ. നിങ്ങളായിട്ടത് എല്ലാവരോടും പറയരുത് എന്ന് എടുത്തു പറയുന്നു. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. റീഡിംഗ് റെസനേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു.